ഇതിൻ്റെ കൂടെ ഉഷ്ണാധിക്യമുള്ള രതിക്രിയകളും ഉഷ്ണകാലത്ത്. ഇപ്പോഴത്തെ എല്ലാ വിവാഹവും ഉഷ്ണകാലത്തിലാണ്. പഴയ ആളുകൾക്ക് വിവരമുണ്ടായിരുന്നു, ഉഷ്ണകാലത്തിൽ ഒറ്റ വിവാഹത്തിന് മുഹൂർത്തമില്ല. ഇപ്പോഴത്തെ ജ്യോതിഷികളെല്ലാം കാശ് വാങ്ങിച്ച് മുഹൂർത്തം ഉഷ്ണകാലത്തിലായിരുന്നു. അന്നേരമാണ് സമ്മർ വെക്കേഷൻ, അപ്പോഴാണ് എല്ലാവർക്കും കൂടാൻ പറ്റുന്നത്. കല്യാണം കഴിഞ്ഞ് ആദ്യം തന്നെ രോഗത്തിൻ്റെ ഇരയാകാനാണ് ഈ മുല്ലപ്പൂവൊക്കെ ഒരുക്കി തള്ളി അങ്ങ് വിടുന്നത്. പഴയ കാലത്ത് ആ സമയത്തൊന്നും മുഹൂർത്തമില്ല. ഇപ്പം മുഴുവൻ മുഹൂർത്തവും രാപകൽ മുഹൂർത്തമാണ് ഉഷ്ണമായി കഴിഞ്ഞാൽ. അല്പെങ്കിലും കോമൺ സെൻസ്. മൃഗങ്ങൾക്ക് ഇതിനേക്കാൾ വിവരമുണ്ടായിരുന്നു. Am I right? TDM ഹാളിൽ പോയി നോക്കിയാൽ മതി. ഉഷ്ണകാലം വന്നാൽ രജിസ്ട്രേഷൻ കൊണ്ടുപിടിച്ചാണ്. എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം? അപ്പോൾ കാലം ഏതാണ്ട് മനസ്സിലായി. ഇത് ബാഹ്യകാലമാണ്, ഒരാന്തരിക കാലമുണ്ട്. ആഹാരം ഹിതമാണോ എന്നറിയുന്നതിന് ശൈശവമുണ്ട്, ബാല്യമുണ്ട്, കൗമാരമുണ്ട്, വാർദ്ധക്യമുണ്ട്. അതിനൊക്കെ അനുസരിച്ച് കഴിക്കണം. വാർദ്ധക്യത്തിലാണ് ഈ കാലഘട്ടത്തിലെ മോഹം മുഴുവൻ. പല്ലൊക്കെ പൊഴിഞ്ഞിട്ടാണ് ഉപ്പേരി തിന്നാൻ മോഹം. അതിനാണ് ചെന്നിട്ട് ചോദിക്കുക, ഡോക്ടറെ ഈ പല്ലുകൊണ്ട് ഉപ്പേരി തിന്നെ. ഇപ്പോൾ ഡെൻറ്റിസ്റ്റിനൊക്കെ കോളാണ്. വയസ്സുകാലത്ത് ദഹിക്കുകയില്ലാത്തതെല്ലാം കടിച്ചു തിന്നാൻ പല്ല് വെച്ച് കൊടുക്കുക. പ്രകൃതി പറഞ്ഞ് നീ തിന്നതൊക്കെ മതി, ഇനി മര്യാദയ്ക്ക് നാമം ചോദിച്ചിരിക്കുക, നിൻ്റെ തീറ്റയൊക്കെ മതിയാക്കിയിരിക്കുന്ന ഞാനിതിങ്ങ് എടുക്കുകയാണ്. സമ്മതിക്കുമോ? ഈശ്വരനെ കൊഴിവെട്ടി എറിഞ്ഞിട്ടാണ് നേരെ ഡെൻറ്റിസ്റ്റിൻ്റെ അടുക്കിലേക്ക് പോകുന്നത്. അല്ലേ? ശരിയല്ല? എന്നിട്ട് എല്ലാം അടിച്ചു കയറ്റുകയാണ്. വാർദ്ധക്യകാലം ദുഃഖപൂർണമാകാൻ, സുഖപൂർണമാകണമെങ്കിൽ ആഹാരം കാലത്തിനനുസരിച്ച്. ഒരു കൊച്ചു കുഞ്ഞിന് കൊടുക്കുമ്പോൾ ചില വീടുകളിൽ നോക്കിയാൽ വളരെ രസമാണ്, കണ്ട് അത്ഭുതപ്പെട്ടു പോകും. മനോരമയും മാതൃഭൂമിയും ഒക്കെ പൂപ്പിയും കീപ്പിയും ഒക്കെ ഇറക്കിയിട്ടുണ്ട്. അതൊക്കെ അങ്ങ് ഓൺ ചെയ്ത് വെച്ച് കൊച്ചിനെ വെച്ചിട്ട് തള്ളി കയറ്റി കൊടുക്കുക. കണ്ടിട്ടില്ല? അങ്ങോട്ട് നോക്കും, അങ്ങോട്ട് നോക്കിയിട്ട് തള്ള പറഞ്ഞു കൊടുക്കും. ആ കുരങ്ങൻ്റെ പേരെന്തുവാ? അതിൻ്റെ പേരെന്തുവാ? കൊച്ചിത് പറയുന്നതിനിടയിലാണ് കൊടുക്കുന്നത്. അപ്പോൾ കൊച്ചിൻ്റെ ജനിതകം ഇങ്ങനെ കുരങ്ങ് മാത്രയിലായി വരും. കാരണം ആഹാരം ആ രൂപത്തിലാണ് കയറുന്നത്. നിങ്ങൾക്ക് തന്നെ ഇനി വേറൊരു സാധനമുണ്ട്, ഇതിലൊക്കെ കൂടിയതാണ്. മിസ്റ്റർ ബീൻ കുട്ടികളെ ഓട്ടിസത്തിലേക്ക് വളർത്തിയെടുക്കുന്നതിന് വേണ്ടി നിർണായകമായി നടത്തിയ ഗവേഷണത്തിൻ്റെ ഫലമായി വന്ന പോകോ. നല്ല ഗവേഷണം കഴിഞ്ഞുണ്ടാക്കിയതാണ്. അത് ഓൺ ചെയ്ത് വെച്ച് ഭക്ഷണം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏറെ താമസിയാതെ ഓട്ടിസ്റ്റിക് ലക്ഷണങ്ങളെല്ലാം ഉണ്ടാവും. പക്ഷെ അതിൻ്റെ മുമ്പിലാണ് തള്ളയും കുഞ്ഞും. കുറച്ച് മുതിർന്നാൽ വൈകുന്നേരത്തെ ഭക്ഷണം എന്താ കേരള ഹൗസ് മലയാളി മലയാളി ഹൗസ്. നേരെ ഒരു ക്യാമറയും അറിയാതെ ക്യാമറയും വെച്ച് വൃത്തികേടുകൾ മാന്യന്മാർ, സെലിബ്രിറ്റികൾ കാണിക്കുന്നത് കണ്ട ആഹാരം കഴിക്കുക. മരിക്കാൻ വേറെ വല്ല പണിയും വേണം. പണ്ടിതിലൂടെ വടക്കേ ഇന്ത്യയിൽ എങ്ങാണ്ടൊരു പെണ്ണ് കാശുണ്ടാക്കി എന്ന് പറഞ്ഞ് ഇവിടെയും കുറേ സെലിബ്രിറ്റികൾ കളിക്കുകയാണ്. തള്ളയും മോനും മോളും എല്ലാം ഇതിൻ്റെ മുമ്പിലാണ്. അപ്പോൾ തള്ളയാണെന്നും മോനാണെന്നും മോളാണെന്നും ഒക്കെയുള്ളതെല്ലാം മറക്കും. Am I right? ആഹാരം എത്ര വിഷജന്യമാണെന്ന് ആലോചിക്കണം.
അപ്പോൾ കാലം നോക്കണം. അതുകൊണ്ട് ആഹാരത്തിൻ്റെ മാത്ര, കാലം, ക്രിയ, അതിൻ്റെ സംസ്കാരം, സംയോഗം, ആഹാരം ചേർക്കുമ്പോൾ ഏതോ ഒരുത്തി ചാനലിൽ നല്ല മീനൊക്കെ വെട്ടി തേച്ച് കഴി കുറച്ച് പാലൊഴിച്ച് അടുപ്പത്തിട്ട്, കാരണം എല്ലാവരും വെള്ളത്തിൽ മീൻ വേവിക്കുമ്പോൾ പാലിനകത്ത് വേവിച്ചാൽ എന്താണ്? ചെട്ടിനാട് മീൻകറി എന്നൊരു പേര് കിട്ടും. ചെട്ടിനാട്ടിൽ ചെന്നാൽ ഇങ്ങനൊരു മീൻകറി. Am I not right? അതിന് ഇവള് വലിയ പേരുള്ളൊരു കുക്കാണ്. പെണ്ണുങ്ങളിങ്ങനെ കാത്തിരിക്കുക സമയത്ത് ഇവളുടെ പരിപാടി ബാക്കിയുള്ളതൊക്കെ ഒതുക്കി പോയിരിക്കുകയാണ്. അപ്പോഴാണ് പാലിനകത്ത് ഇങ്ങനെ വേവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കഴിക്കരുതെന്നാണ്. പാലിൻ്റെ കൂടെ ചക്കപ്പഴം പറ്റില്ല, മുതിര പറ്റില്ല. ക്ഷീരം, പനസം, കുലദ്ധം, കുലദ്ധേന മത്സ്യൈഹി. അപ്പം അത് സംയോഗത്തിൻ്റെ വൈകല്യമാണ്, അത് വിരുദ്ധമാണ്. അവിടെ നേരത്തെ പറഞ്ഞ നൈസ് ആൻഡ് ഓക്സിജൻ ഉണ്ടാവും. ക്യാൻസറും അനുബന്ധ രോഗങ്ങളും ഒക്കെ അതിൽ നിന്ന് വരും. കാരണം സാന്തൈൻ ഓക്സിഡൈസ് വേർപിരിയും. ഓങ്കോജീനുകളെല്ലാം സജീവമാവും. അപ്പോൾ പഴയ ആളുകൾക്കാണെങ്കിൽ ഇതറിയാം. സംയോഗം, രണ്ടെണ്ണത്തിൻ്റെ സംയോഗം ഏതൊക്കെയാണ് ചേർക്കുന്നത്. ചേർക്കരുതാത്തതൊക്കെ ചേർക്കുന്നു. പഴയ ആളുകൾ നല്ല ഉണ്ണിയപ്പം ഉണ്ടാക്കും, അതിനൊരു ചേരുവ അവർക്കറിയാം. പക്ഷെ പുതിയ പിള്ളേർ കയറി അതിനകത്തേക്ക് ഇന്നത് ചേർത്താൽ എങ്ങനെയാ? എന്നിട്ട് ഇതിന് ഉണ്ണിയപ്പം എന്ന് പേര് കൂടും. ഉണ്ണിയപ്പം അല്ല, അപ്പൂപ്പനപ്പം. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയ. അപ്പോൾ അത് അഗ്നിവേശൻ ആത്രേയനോട് ചോദിച്ചു, ഒരു സാധനത്തിൻ്റെ സംസ്കാരം. നെല്ല് മലർക്കുകയാണ്, സംസ്കരിച്ചെടുക്കുകയാണ്, അത് ലഘുവാവും. അതുകൊണ്ടാണ് മലര് കഞ്ഞി കുടിക്കുമ്പോൾ ദഹനമില്ലാത്തവനും ദഹനം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അതിനെ സംസ്കാരം കൊണ്ട് മാറ്റിയെടുക്കുന്നു. സംയോഗം എങ്ങനെയാണ് അത് നോക്കും. ഭൂമി, രണ്ട് ഭൂമിയാണ് അവിടെ. ഒന്ന് രോഗി, അതൊരു ഭൂമിയാണ്. രണ്ട് ദേശം, അയാൾ നിൽക്കുന്ന ദേശം. അനൂപദേശം, സമദേശം, ജാങ്കലദേശം. സാമാന്യദേശം, ജാങ്കലദേശം, അനൂപദേശം എന്നൊക്കെ പറയും. അതിനനുസരിച്ച് രോഗങ്ങൾക്ക് വ്യതിയാനമുണ്ട്. അതുകൊണ്ടാണ് പണ്ടുള്ളവർ ഒരു നദിയൊക്കെ ഒരു അതിരായിട്ട് വെച്ച് ആ ദേശങ്ങളുടെ പ്രത്യേകത അറിഞ്ഞ് അതിനപ്പുറത്തേക്ക് കല്യാണം കഴിച്ചൊന്നും പോവില്ല. അത് ചേരുമ്പോൾ രോഗം ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. പഴയ കാലത്ത് കോരപ്പുഴയ്ക്ക് തെക്കുന്ന് കോരപ്പുഴയ്ക്ക് വടക്കുള്ളൊരു കല്യാണം കഴിക്കില്ല, നിഷിദ്ധ വിവാഹമാണ്. അതൊക്കെ വെച്ച് ആരോഗ്യത്തെ പ്രതിയാണ്. അതിനെ ചോദ്യം ചെയ്തു പോയി അങ്ങ് കഴിച്ച് അവിടുത്തെ ആഹാരവും കഴിച്ച് കഴിയുമ്പോൾ സംഗതിയൊക്കെ മാറും. ആപ്പാവും. ആഹാരത്തിനൊക്കെ വ്യതിയാനമുണ്ട്. അത് ഓരോ ദേശത്തിനനുസരിച്ചാണ് ഇത് രൂപപ്പെടുന്നത്. തിരുവനന്തപുരം മുതൽ കൊച്ചി വരെയുള്ള ദേശത്തുള്ള സാമ്പാറല്ല തൃശ്ശൂരിനപ്പുറത്ത് കാസർഗോഡ് വരെയുള്ള സാമ്പാർ. മനസ്സിലായില്ല? ശ്രദ്ധിച്ചിട്ടില്ല? അപ്പോൾ ഇവിടുന്ന് പാചകക്കാരനെ അവിടെ കൊണ്ടുപോകും, കുടിയേറ്റക്കാരൻ. കാരണം ഇവിടുത്തെ സാമ്പാർ അവിടെ വെച്ച് കൊടുക്കാൻ 2 ആഴ്ച കഴിഞ്ഞ് ആദ്യത്തിലാവും. എത്രയും സൂക്ഷ്മമായി നമ്മൾ പഠിക്കാറില്ല. ദേശം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ദേശം മാറി താമസിക്കുമ്പോൾ ശീലങ്ങളെല്ലാം മാറും. ഇവിടെ നിങ്ങൾ ഉഴുന്നുവരിയും അരച്ചിട്ടാണ് ദോശ തിന്നുന്നത്. Am I right?
വടക്കേ അറ്റത്തേക്ക് ചെല്ലുമ്പോൾ ഒരു അരി മാത്രം അരച്ചിട്ടാണ് ദോശ തിന്നുന്നത്. അവിടെ ദോശ എന്ന് പറഞ്ഞാൽ അരി മാത്രമാണ്. അവരുണ്ടാക്കുന്ന പോലെ നിങ്ങൾ ശ്രമിക്കും, ഉണ്ടാവില്ല. കാരണം അവർക്ക് അവരുടെ കൈപ്പാവുണ്ട് പാരമ്പര്യമായി. ഇത് കേട്ടിട്ട് ഉടനെ തന്നെ ഇന്ന് പോയിട്ട് സ്വാമി പറഞ്ഞു കേട്ടോണ്ട് അരി അരയ്ക്കും. ഇതൊട്ട് കല്ലെന്ന് പറഞ്ഞു വരികയില്ല. ഇതൊട്ട് അവർ നിരത്തുന്ന പോലെ അതിന് കല്ലിൻ്റെ ചൂടുമൊക്കെ നോക്കി സൂക്ഷ്മമായിരുന്നു നിരത്താൻ പഠിക്കണം. നിരത്താൻ പഠിച്ചില്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ മുറിഞ്ഞും പറഞ്ഞു പോകും. അവിടെയൊക്കെ വീണ്ടും ഒഴിച്ചു കൊടുക്കും. അവസാനം ഇതൊരു കണ്ടം വെച്ച ബോട്ട് പോലുള്ളൊരു ദോശയായിട്ട് പല ഷേപ്പിൽ. ആം ഐ റൈറ്റ്? നിങ്ങൾക്കിത് മനസ്സിലാവുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇതിനൊക്കെ പാരമ്പര്യ ഭേദങ്ങൾ, ദേശഭേദങ്ങൾ, കാലഭേദങ്ങളൊക്കെ അഗ്നിവേശൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അഗ്നിവേശൻ തൻ്റെ സംശയം നോക്കുക. അഗ്നിവേശൻ എന്നിട്ട് അത് സംശയമായിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ കാലം, ക്രിയ, മാത്ര, ഭൂമി, ദേഹം, ശരീരത്തിന് വ്യത്യാസമുണ്ട്. എല്ലാവരും ഒരുപോലെയല്ല ഇരിക്കുന്നത്. ചിലരുടെ എല്ലിന് ബലം കൂടും, ചിലരുടെ എല്ലിന് ബലം ഉണ്ടാവില്ല. ചിലർക്ക് നല്ലപോലെ മൂത്രം പോകും, ചിലർക്ക് പോകില്ല. ചിലരുടെ കോഷ്ടം മൃദുവായിരിക്കും, ചിലരുടെ കോഷ്ടം തീക്ഷ്ണമായിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പം ഇതെങ്ങനെയുള്ളവനാണ് അത് ദേഹം നോക്കി അറിയുന്നത്. വാതാദി ദോഷങ്ങൾ എങ്ങനെയാണ്? വാദം, പിത്തം, കഫം ഇവയെങ്ങനെയാണ്? ഈ അവസ്ഥാവ്യതിയാനങ്ങളെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ആഹാരമെന്ന് ഞങ്ങൾ എങ്ങനെ അറിയും? വളരെ വിപുലമായൊരു ചോദ്യമാണ് അന്നത്തെക്കുറിച്ച് ചോദിച്ചത്. അല്ലയോ ഭഗവാൻ, ഹിതവും അഹിതവുമായ ആഹാരപദാർത്ഥങ്ങളുടെ ശരിയായ ലക്ഷണം എങ്ങനെ അറിയും? അതിൻ്റെ മാത്രാകാലം, ക്രിയ, ഭൂമി, ദേഹം, വാതാദി ദോഷങ്ങൾ, സംസ്കാരം ഇവയൊക്കെ ഞങ്ങൾ എങ്ങനെ അറിയും? ഇതുമൊക്കെ പഠിക്കേണ്ടതിന് പകരം പോയിരുന്ന് കുരങ്ങ് മനുഷ്യനായോ, ഹിമാലയത്തിൽ എത്ര കൊട്ട മണ്ണുണ്ടായിരുന്നു, ഇത്ര കൊല്ലമായി ഇന്ത്യയുടെ പ്രസിഡൻറ്റും പ്രധാനമന്ത്രിയും ഒക്കെ ആരാണ്, വിവിധ ഇംഗ്ലീഷ് പദങ്ങളുടെ സ്പെല്ലിംഗ് എന്താണ്, ഇതൊക്കെ പഠിച്ച് കുറേ കമ്മ്യൂണിക്കേറ്റിംഗ് ഇംഗ്ലീഷുമായിട്ട് ഇറങ്ങി യാതൊരു കോമൺ സെൻസും ഇല്ലാതെ ആരോഗ്യത്തിനുതകാതെ ജീവിക്കുന്ന ജീവിതമാണ് മാന്യമായ ജീവിതം. ആക്ഷേപമുണ്ടെങ്കിൽ എന്നെ തല്ലാം. ഉപ്പൂറ്റി 9 അടി പൊങ്ങിയാണ് നിൽക്കുന്നത്. തള്ളവരലേ നിലത്ത് മുട്ടുന്നുള്ളൂ ഈ പഠിപ്പും കഴിഞ്ഞിട്ട്. പകരം ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത്രയും ബൗദ്ധിക ശേഷിയുള്ള ഒരു തലമുറ ഈ നാട്ടിൽ വളരെ ഭംഗിയായി ജീവിക്കുകയും ഭംഗിയായി ചോദ്യങ്ങളെ ചോദിക്കുകയും അതിനനുസരിച്ച് രൂപപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ ഒസ്യത്ത് ഒരു പ്രാവശ്യം എടുത്തു വെച്ചൊന്ന് വായിച്ചു നോക്കുക. ഒറ്റ പ്രാവശ്യം. നിങ്ങൾക്ക് അത്ഭുതപ്പെടാതിരിക്കാൻ ഒരു തരവുമില്ല. അത്രയും പറഞ്ഞു. ഹേ അഗ്നിവേശ, സമാവസ്ഥയിലുള്ള ശരീരത്തിൻ്റെ ദോഷങ്ങളെ അതുപോലെ ധാതുക്കളെയും സമാവസ്ഥയിൽ തന്നെ പ്രകൃത്യാ നിർത്തുകയും വിഷമാവസ്ഥയിലുള്ളതിനെ സമാവസ്ഥയിലാക്കുകയും ചെയ്യുന്ന ആഹാരം ഹിതവും ആരോഗ്യം തരുന്നതും ആകും. അതിന് വിപരീതമായ ആഹാരം അഹിതവും രോഗമുണ്ടാക്കുന്നതുമാണ്. ഒരുവൻ്റെ പ്രകൃതിക്കനുസരിച്ച് വാതപിത്ത കഫങ്ങൾ സമമായിരിക്കുന്ന പ്രകൃതമുള്ള ഒരുവൻ്റെ സമപ്രകൃതിയെ കളയാതിരിക്കുന്നതും ഏതെങ്കിലും ഒരുവനിൽ വിഷമാവസ്ഥയിൽ ഇവ നിൽക്കുന്നുവെങ്കിൽ അതിനെ സമാവസ്ഥയിലേക്കാക്കാൻ ഉതകുന്ന ആഹാരമേതോ അതാണ് ഹിതമായ ആഹാരം. അത് ആരോഗ്യത്തിന് കാരണം. പഴയ അമ്മമാർ അതുകൊണ്ടാണ് ഒരു വീട്ടിനകത്ത്, ഇപ്പം നിങ്ങളുടെയൊക്കെ വീട്ടിൽ വന്നാൽ രാവിലെ എല്ലാവർക്കും പുട്ട്,
എല്ലാവർക്കും ഇടിയപ്പം, എല്ലാവർക്കും കൊഴുക്കട്ട, ഇങ്ങനെയൊക്കെയാണ് കാണുന്നത്. 4 മക്കളുള്ള ഒരമ്മ പഴയ കാലത്ത് കൊച്ചു കുഞ്ഞിന് കൊടുക്കുന്നതും മുതിർന്നതിന് കൊടുക്കുന്നതും ഗർഭിണിക്ക് കൊടുക്കുന്നതും വയസ്സായവർക്ക് കൊടുക്കുന്നതും വേറെ വേറെ ആഹാരമാണ്. ഇന്നത്തേക്കാൾ ദാരിദ്ര്യം ഉണ്ടായിട്ട്. ഇന്ന് ദാരിദ്ര്യമില്ലാത്ത നിങ്ങളുടെ കുടുംബങ്ങളിൽ വെച്ചു വിളമ്പാൻ ഇവിടെ ആരായിരിക്കുന്നത്? വേണേ വേണേ ആ ഒരു പദം ഞാനെങ്ങനെയാണ് മൈക്കിൽ കൂടെ പറയുന്നത്? നല്ല ഒഴുക്കിൽ വരുമ്പോഴാണ് എനിക്ക് വളരെ രസമാണ് പറയുന്നത്. നിങ്ങളെയൊക്കെ കാണുമ്പോൾ നിങ്ങളെല്ലാം മാന്യന്മാർ. ഞാൻ എങ്ങനെയാണ് പദം ഉപയോഗിക്കുന്നത്? ഉദ്ധരിക്കാം അല്ലേ? വേണമെങ്കിൽ ഞണ്ണിയിട്ട് പോകാം. അപ്പോൾ അതുകൊണ്ട് ഇന്നങ്ങനെയാണ്. നല്ലൊരു ശതമാനം ആലുവയിലെ വീടുകളിലും നിങ്ങൾ വന്നിരിക്കുന്ന നഗരങ്ങളിൽ ഉള്ള നിങ്ങളുടെ വീടുകളിലും വീട്ടിൽ പാചകം ചെയ്യുന്നത് തന്നെ ഇല്ല. പുതുക്കെട്ടിങ്ങി വരിക. ഓണത്തിനും വിഷുവിനും ഒക്കെ നിശ്ചയം. Am I right? വിരുന്നുകാർ വന്നാലും അങ്ങനെയാണ്. ശനി ഞായറൊക്കെ അങ്ങനെയാണ്. പിന്നെ തിങ്കളിച്ചൊക്കെ. അപ്പോൾ ഇങ്ങനെ വരുന്നത് ഒരു കാരണം വീട്ടിലുണ്ടാക്കുമ്പോഴത്തേക്കാൾ വില കുറവാണ് പുറത്തുനിന്ന് ഭക്ഷണം പാകം ചെയ്തത് മേടിച്ചാൽ. മല്ലിയേക്കാൾ വില കുറച്ച് മല്ലിപ്പൊടിയും മുളകിനേക്കാൾ വില കുറച്ച് മുളക് പൊടിയും കിട്ടുന്ന ഒരു ദേശത്ത് മുളക് വാങ്ങി കൊണ്ടുവന്ന് ചുമട്ടുകൂലി കൊടുത്ത് ഇറക്കുകൂലി കൊടുത്ത് അത് പൊടിക്കുന്നതിന് കൂലി കൊടുത്ത് പൊടിച്ച് പാക്ക് ചെയ്ത് മല്ലിയേക്കാളും മുളകിനേക്കാളും വില കുറച്ച് മുളക് കിട്ടിയിട്ടും ചിന്തിക്കാത്ത വിദ്യാസമ്പന്നരുള്ള കേരളത്തിൽ. ശരിയല്ല? ചിന്തിക്കുന്നവനാണ് ചോദിക്കും, എങ്ങനെയാണ് സുഹൃത്ത് ഇതിങ്ങനെ തരുന്നത്? അപ്പം ഇതിനകത്ത് എന്ത് കൊണ്ടാൻ വേണ്ടിയാണ് നീ പൊടിച്ചു വെച്ചിരിക്കുന്നത്? ടി വിയിൽ പരസ്യവും അത് ലക്ഷങ്ങൾ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നീ ഈ വിലയ്ക്ക് തരുമ്പോൾ ഞാൻ എങ്ങനെയാണ് വിശ്വസിച്ച് നിൻ്റെ മേടിച്ചുകൊണ്ട് പോകും? ഇത് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന പൊടിയാകുമ്പോൾ അവിടുത്തെ തമിഴിൻ്റെ മലവും കൂടെ പിടിച്ചിട്ടുണ്ടോ? കാരണം ഈയിടെ കയറിയപ്പോഴാണ് ഈ സംതിങ് സ്പെഷ്യൽ എന്ന് പറഞ്ഞ ചോറിൻ്റെ കൂടെ 2-3 മുളക്, സംതിങ് സ്പെഷ്യൽ. അപ്പം ഈ മുളകിൻ്റെ കൂടെ കട്ടിയായിട്ട് വറുത്ത ചില സാധനങ്ങൾ അതിൻ്റെ കൂടെ തന്നെ ഇരിക്കുക, മുളകിൻ്റെ കൂടെ തന്നെ. മുളകെന്ന് ഇങ്ങനെ അടരുന്നില്ല. അപ്പം കഴിച്ച വിദ്വാൻ പറഞ്ഞു, നല്ല ഏവൺ, ഇതുവരെ ഇത്രയും സ്വാദോടുകൂടി കഴിച്ചിട്ടില്ല. തൈരിലേക്ക് ഉടച്ചു. അപ്പോൾ ഈ സംതിങ് സ്പെഷ്യൽ ഉണ്ടാക്കുന്ന സ്ഥലം അറിയാനായിട്ട് പോയി. പൊള്ളാച്ചിയിലാണ്. അവിടെ യാർഡാണ് മുഴുവൻ. അപ്പോൾ ഈ യാർഡിൽ ടാങ്കിലാണ് തൈര് പൊളിച്ച് കിടക്കുന്നത്. അതിൽ മറ്റവനുണ്ട്, നല്ല പട്ടാളം, തലകറുത്ത പട്ടാളം. അതിനകത്ത് ആ മുളക് മുഴുവൻ അതിനകത്തിട്ട് വെയിലത്തേക്ക് വാരിയിടുന്നു. വെയിലത്തേക്ക് വാരിയിടുമ്പോൾ ഈ പെണ്ണുങ്ങളെയാണ് നിർത്തിയിരിക്കുന്നത് കൂലി കുറച്ച് കൊടുക്കാൻ. അപ്പോൾ അവരുടെ കൂടെ കുഞ്ഞു പിള്ളേരുണ്ടാവും. പിള്ളേരും ഇടയ്ക്ക് വെളിക്കിറങ്ങിക്കൊണ്ടിരിക്കും. ഇതെല്ലാം ഒന്നിച്ചുണങ്ങി തടുത്തുകൂട്ടി പോരുകയാണ്. പക്ഷെ എന്തൊരു സ്വാദ് പറയാൻ പറ്റുമോ? മനുഷ്യൻ ഇതെല്ലാം തിന്ന് നാനാവിധമാകുന്നൊരു കാലഘട്ടം. അല്പമെങ്കിലും അന്നത്തോട് ബഹുമാനമുണ്ടെങ്കിൽ അന്നം പവിത്രമായി കണ്ടുണ്ടാക്കുകയും ഉണ്ടാക്കുന്നിടത്ത് പ്രാക്കും വഴക്കുമൊന്നും ഇല്ലാതിരിക്കുകയും അതൊരു കല പോലെ ചെയ്യുകയും. പഴയ സ്ത്രീകൾക്കതൊരു കലയായിരുന്നു. ഇപ്പോൾ കുറച്ച് പുരുഷന്മാർക്കതൊരു കലയാണ്. ഞാൻ ബാംഗ്ലൂർ പോയപ്പോൾ കുറച്ച് ആൺകുട്ടികളെ കണ്ടു. അവർക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു കലയാണ്. ചപ്പാത്തിയൊക്കെ വളരെ വേഗത്തിൽ പരത്തി പെട്ടെന്നുണ്ടാക്കി. ഇരിക്കുക സ്വാമിജി, പെട്ടെന്നുണ്ടാക്കി. അപ്പോൾ വളരെ ഭംഗിയായിട്ട് കറിയൊക്കെ വെച്ച് കൊണ്ടുവരും.
അപ്പോൾ നോക്കിയപ്പോൾ അവരുടെ മുഖത്തിനൊക്കെ ഒരു സ്ത്രീ ലക്ഷണമൊക്കെ പതുക്കെ. കൊച്ചിനെ എടുക്കുന്നത്, പാല് കൊടുക്കുന്നത് ഒക്കെ ഇവരാണ്. ചോദിച്ചപ്പോൾ IT ആണെന്നാണ്. അനുഭവമുണ്ട്, വീട്ടിലുണ്ട് പിള്ളേർ. അവർക്ക് കുറച്ചുകൂടി ഒരു മാതൃത്വമൊക്കെ വന്നിട്ടുണ്ട്. വണ്ടിയിലൊക്കെ കയറുമ്പോൾ കൊച്ചിൻ്റെ തോളയിലിട്ട് ഉറക്കാൻ കൊണ്ട് കിടക്കുക. മറ്റത് ഡബണയറും വായിച്ച് ഇങ്ങനെ പെൺകുട്ടികൾ വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അറിയാതെ ഞാനിതൊക്കെ പറഞ്ഞത് അനുഭവം കൊണ്ടാണ്, വിരോധം കൊണ്ടല്ല. കാരണം നിങ്ങളുടെ ജനിതകങ്ങൾ മാറുന്നു, നിങ്ങളുടെ ഹോർമോണുകൾ മാറുന്നു. തത്ഫലമായി ഹോർമോണുകളുടെ മാറ്റത്തിൽ മീശ മുളയ്ക്കുന്നു, പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് ഉണ്ടാകുന്നു, മാരകമായ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ നിങ്ങളെ മരണത്തിലേക്ക് കൊണ്ടുപോകാൻ തക്കവണ്ണം വലുതാകുന്നു. ഇതെല്ലാം ഇന്ന് സംഭാവ്യമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതൊരു തമാശയായി കാണണ്ട, കാര്യമായി തന്നെ കാണാം, നമുക്ക് ചിന്തിക്കാം. വളരെ ശക്തമാണ്. ഇവിടെയാണ് അവസ്ഥാവ്യതിയാനങ്ങളെ മുഴുവൻ വെച്ച് ആഹാരത്തെ നിർവചിക്കുമ്പോൾ യാതൊന്ന് നിങ്ങളുടെ ആരോഗ്യത്തെ സമാവസ്ഥയിൽ നിർത്തുന്നുവോ അതാണ് ഹിതമായ ആഹാരം. അതിന് വിപരീതമായതെല്ലാം എന്തു വില കൊടുത്തതായാലും അഹിതമാണ്. അതുകൊണ്ട് വിലയല്ല ഇതിൻ്റെ വലിപ്പം. ഒരു ടിന്ന് വാങ്ങിച്ചു, അതിന് വില കൂടുതലാണ്, നല്ലതാണ് നല്ല. ട്രൈപ്പായ്ക്കാണ്, നല്ലതാണെന്നല്ല. അമേരിക്കയിൽ ഉണ്ടാക്കിയതാണ്, കൊക്കോക്കോളയാണ്, ലെയ്സാണ്. 2 പാക്കറ്റും 3 പാക്കറ്റും ഒക്കെയാണ് എറണാകുളത്തു നിന്ന് പാലക്കാട് വരെ പോകുമ്പോഴേക്ക് 5 വയസ്സുള്ളൊരു കുഞ്ഞ് തട്ടിത്തീർക്കുന്നത്. അപ്പോൾ അത് കാശ് കൊടുത്ത് മേടിച്ചാണ്. അമേരിക്കയിലെയാണ്. കൊച്ചതേ തിന്നുള്ളൂ, തള്ളയതേ തിന്നുള്ളൂ. അങ്ങനെ ആവരുത്. ആഹാരം എന്താണ്, അതിൻ്റെ കണ്ടന്റ് എന്താണ്, അതെന്തെല്ലാം പ്രതിപ്രവർത്തനം നടത്തും ഒക്കെ അറിയണം. അപ്പോൾ അത് വെച്ചിട്ടാണ് ഗുണം, ദ്രവ്യവ്യത്യാസം, മാത്ര, കാലം മുതലായ ഭാവങ്ങൾ സർവ അവയവങ്ങളിലും ആർക്കറിയാൻ കഴിയുമോ അവർ അത് ഉൾക്കൊള്ളുന്നവരാണ്. എന്നാൽ എല്ലാവർക്കും അറിയാൻ പാകത്തിന് അഗ്നിവേശ ഞാൻ ഉപദേശിച്ചു തരാമെന്നാണ് ആത്രേയൻ പറഞ്ഞത്. ആഹരിക്കാൻ എന്നുള്ള അർത്ഥത്തിൽ ആകെ ആഹാരം ഏകം. അതിനെ 1, 2, 3 എന്ന് നിർവചിക്കുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. അതുകൊണ്ട് എല്ലാം ആഹാരമാണ് എന്ന നിലയിൽ ആഹാരമെന്നൊന്നേ ഉള്ളൂ ലോകത്ത്, അത് ഏകം. സ്ഥാവരം, ജംഗമം എന്നിങ്ങനെ ഭാവം, അതിൻ്റെ ഉത്ഭവം 2 സ്ഥാവരങ്ങളായ ആഹാരങ്ങൾ, ജംഗമങ്ങളായ ആഹാരങ്ങൾ. മനസ്സിലായില്ല? സ്ഥാവരമെന്നാൽ സസ്യങ്ങൾ, സസ്യജങ്ങളായ ആഹാരങ്ങൾ, ചലിക്കുന്നവയല്ല. അവയാണ് ഒരുതരം ആഹാരം. 2 ചലിക്കുന്നവ ജംഗമം. പുഴു, വിട്ടില്, തന്നെ ചാണകത്തിൽ പുഴു, ഈയാമ്പാറ്റ, മത്സ്യം, മാംസം, ഇതെല്ലാം ജംഗമമാണ്. ഞാൻ പറഞ്ഞത് പേടിക്കണ്ട, ഇതെല്ലാം അവിടെ വർണ്ണിച്ചിട്ടുണ്ട്. അതൊക്കെ നാളെ നിങ്ങൾ ആഹരിക്കാൻ പോവുകയാണ്. ചാണകത്തിൽ പുഴുവൊക്കെ തിന്നു തുടങ്ങി പല രാജ്യത്തും. കേരളത്തിൽ അതിൻ്റെ ബിസിനസ് ഒരു വലിയ കമ്പനി ഏറ്റെടുത്തിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയൊരു കമ്പനി ഏറ്റെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നാളെ സ്വാദിഷ്ടമായ ചൊറിയൻ പുഴുവൊക്കെ, മനസ്സിലായില്ല, ചൊറിയൻ പുഴുവിനെ തിളപ്പിക്കുമ്പോൾ അതിൻ്റെ സത്തിങ്ങി പോരും. എന്നിട്ട് അരിച്ചം കളയും, മറ്റേ ആ നാരെല്ലാം, അതിൻ്റെ ആ രോമം, അതാണ് ചൊറിയുന്നത്. അങ്ങ് അരിച്ച് കളയും. എന്നിട്ട് അതിനെ
സ്ലാബുകളാക്കും. സ്ലാബുകളാക്കി അതിനകത്ത് മൈദയൊക്കെ ചേർത്ത് ബിസ്ക്കറ്റാക്കി തന്നാൽ ഒരു വിരോധം ഉണ്ടാവില്ല. രാവിലെ സന്യാസിമാരുൾപ്പെടെ അടിക്കുന്ന കൊറിയൻ ബിസ്ക്കറ്റ് ഗുജറാത്തിൽ നിന്ന് ഗദർ കൊണ്ടിരുന്ന മത്സ്യമാണ്, കിളിമീനാണ് അതിൻ്റെ കണ്ടന്റ്. വളത്തിനാണെന്ന് പറഞ്ഞ് കിളിമീൻ ശേഖരിച്ച് അതൊരു ഡ്രമ്മിലിട്ട് വെയിറ്റ് അപ്ലൈ ചെയ്ത് ദ്വാരങ്ങളിലൂടെ അതിൻ്റെ മാംസം മുഴുവൻ പുറത്തു വന്ന് മറ്റത് വളമായി അയച്ച് ഈ സാധനം കയറ്റി അയച്ച് കൊറിയയിൽ നിന്ന് ബിസ്ക്കറ്റായി വന്നത് ഗുജറാത്തിൽ തന്നെ ഉണ്ടാക്കുന്ന ഫാക്ടറിയാണ്. ലോക കോടീശ്വരന്മാരിൽ ഒരാളാണ് ഇയാൾ. നിങ്ങൾ രാവിലെ കറുമുറ എന്ന് പറഞ്ഞാൽ എടുത്തിട്ട് തട്ടുന്നില്ലേ? മനസ്സിലായില്ല. അത് പാലിൽ മുക്കി തട്ടുമ്പോൾ ഒരാഴ്ച കഴിയുമ്പോഴേക്ക് തലേ താരണം തുടങ്ങും. കുറച്ച് കഴിയുമ്പോൾ സോറിയാസിസ് ആവും. കാരണം പാലും മീനും അവിരുദ്ധമാണ്. ആദ്യം ബാധിക്കുന്നത് ത്വക്കിലാണ്. ഗദറിനെ പോയി പരിചയപ്പെടണം. സാധാരണ മനുഷ്യനല്ല. ദാരിദ്ര്യം കൊണ്ട് വീർപ്പുമുട്ടിയ ഒരു ബ്രാഹ്മണൻ ബ്രാഹ്മണ്യം ഉപേക്ഷിച്ച് കാശുണ്ടാക്കാൻ തുടങ്ങിയതിൻ്റെ വളരെ വിപുലമായ ചരിത്രം പഠിക്കണമെന്നുണ്ടെങ്കിൽ ഗുജറാത്തിലേക്ക് നിങ്ങൾ ചെന്നാൽ മതി. ഇന്ത്യ മുഴുവൻ ഇതിൻ്റെ മാർക്കറ്റാണ്. നല്ല വെജിറ്റേറിയൻസായ സ്വാമിമാരും മറ്റൊക്കെ രാവിലെ ഒരു 4 എണ്ണം 6-7 മണിക്ക് അങ്ങ് അടിച്ചു കഴിയുമ്പോൾ ചായ മാത്രം കുടിക്കരുതെന്ന് അവരുടെ ഡോക്ടറും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മുക്കി അടിച്ചു കഴിഞ്ഞാൽ 1.5 ആഴ്ച കഴിയുമ്പോൾ ചെറിയ കലയൊക്കെ വരും. അപ്പോൾ പിന്നെ തന്നെത്താൻ ഫേഷ്യലിന് ബ്യൂട്ടി പാർലറിൽ പോകേണ്ടി വരും. ഇതിൻ്റെ കാരണം അതാണ്. അപ്പോൾ ആഹാരം കഴിക്കുമ്പോൾ ഇത് വളരെ സൂക്ഷിക്കണം. ആഹാരം ജംഗമമുണ്ട്, സ്ഥാവരമുണ്ട്. ജംഗമം കഴിച്ചു ശീലിച്ചവർ സ്ഥാവരത്തിലേക്ക് പെട്ടെന്ന് മാറുകയും അരുത്. ഇത് കേട്ടിട്ട് ധാരാളം മത്സ്യവും മാംസവും ഒക്കെ കഴിച്ചവർ ഒരു സുപ്രഭാതത്തിൽ ഏതെങ്കിലും പ്രകൃതിയിൽ തുടങ്ങും, അല്ലെങ്കിൽ വല്ല സ്വാമിമാരെയും കണ്ട് പക്വതനായിട്ട് കൂടും. കൂടി കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ചട്ടിയൊക്കെ എടുത്ത് തല്ലി പൊട്ടിച്ച് കളഞ്ഞ് ഇപ്പോൾ ഫുൾ വെജിറ്റേറിയനായിട്ടങ്ങ് മാറും. കുറച്ച് കഴിയുമ്പോൾ പല രോഗവും വരും. എന്നാൽ ആ ഡോക്ടർമാരിലൊരാൾ ചോദിച്ചാൽ മതി, ഇടക്കാലത്ത് വെച്ച് വെജിറ്റേറിയൻ ആയതാണോ? അത് ചോദിക്കുകയില്ല. വൈദ്യന്മാരും ചോദിക്കുകയില്ല. ആ വന്നയാളിനോട് ചോദിക്കണം, നീ ഇപ്പോഴാണോ വെജിറ്റേറിയൻ ആയത്? അതെ. ജംഗമങ്ങളൊക്കെ നിർത്തിയോ? നിർത്തി. എന്നാലൊരു കാര്യം ചെയ്യ്, ചെന്ന് നിൻ്റെ വൈറ്റമിൻ B12 ഒന്ന് ടെസ്റ്റ് ചെയ്യും. നിനക്ക് B12 ശരീരത്തിൽ ഉണ്ടാകുന്നില്ല. ടെസ്റ്റ് ചെയ്യുമ്പോൾ B12 കുറവായിരിക്കും. 2 ടാബ്ലറ്റ് അടിച്ച് ആ രോഗമെല്ലാം ഒന്നിച്ച് പമ്പുകളാണ്, ക്യാൻസർ ഉൾപ്പെടെ. കാരണം B12ൻ്റെ വ്യതിയാനം ഇന്ന് പെട്ടെന്ന് വെജിറ്റേറിയനിസത്തിലേക്ക് വന്നവർ, ശീലമില്ലാത്തവർ വളരെ കൂടുതലാണ്. പിന്നെ എൻ്റെ ഒരു അപേക്ഷയും കൂടിയുണ്ട്. അതെൻ്റെ ഒരു ഒറ്റപ്പെട്ട അപേക്ഷയായിട്ട് കൂട്ടിയാൽ മതി. നിങ്ങൾ ഈ നോൺ വെജിറ്റേറിയൻസ് ഒന്നും പെട്ടെന്ന് വെജിറ്റേറിയൻസ് ആകരുത്. നിങ്ങളെല്ലാം കൂടെ വെജിറ്റേറിയൻ ആക്കിയാൽ 4 കാള, 2 പോത്ത്, 12 കിലോ മത്തിയൊക്കെ അടിച്ച് കയറ്റിക്കൊണ്ടിരുന്നവർ ഇത് നിർത്തി ഈ കിലോ കണക്കിലുള്ള വെണ്ടയ്ക്കയും പാവയ്ക്കയും മേടിച്ചാൽ ഞങ്ങൾ വെള്ളത്തിൽ ദയവ് ചെയ്ത് ഉപദ്രവിക്കും. അതുകൊണ്ട് കൂടിയാണ് പറഞ്ഞതെന്ന് കൂട്ടിക്കോളൂ. അതുകൊണ്ട് വെജിറ്റേറിയനിസത്തിലേക്കൊന്നും പെട്ടെന്ന് മാറരുത്. ശീലമുള്ളത് കഴിക്കണം. ശീലമാണ് ആഹാരം, സാൽമ്യമാണ് ആഹാരമെന്നാണ് ആയുർവേദത്തിൻ്റെ നിയമം. അല്ലാതെ ആയുർവേദം എന്ന് പറഞ്ഞാൽ ഉടനെ നിങ്ങളെ എല്ലാവരെയും പിടിച്ച് വെജിറ്റേറിയൻ ആക്കിക്കളയാം, അങ്ങനെയൊന്നും ചിന്തിക്കുന്ന ഒരു ശാസ്ത്രശാഖയല്ല ആയുർവേദം. അതുകൊണ്ട് യാതൊരു കാരണത്താലും അങ്ങനെയും പോകരുത്. അപ്പോൾ 2 തരത്തിലുണ്ട്. ഒന്ന് സ്ഥാവരം, 2 ജംഗമം. ആഹാരം 2. ഹിതം അഹിതം എന്ന ഭേദം കൊണ്ടും ആഹാരം 2 വിധം. അത് നമ്മൾ നേരത്തെ കണ്ടു.
കുടിക്കുക, പാനം, പാനീയം, കുടിക്കുന്ന ആഹാരം. തിന്നുക, ചവച്ച് തിന്നുക, ഭക്ഷ്യം. അശനം, ഭക്ഷ്യം, പാനം, ലേഹ്യം, നക്കി തിന്നുക എന്നിങ്ങനെ 4 വിധമാണ് ആഹാരം. ഇതിനൊക്കെ ഓരോ പ്രത്യേകതയുണ്ട്. 4 വ്യതിയാനം അത് ഉപയോഗം കൊണ്ടുള്ളതാണ്. മധുരം, പുളി, ഉപ്പ്, എരിവ്, കയ്പ്, ചവർപ്പ് എന്നിങ്ങനെ രസവ്യതിയാനം നിമിത്തം ആഹാരം 6 വിധമാണ്. ഗുരു, ലഘു, ശീതം, ഉഷ്ണം, സ്നിഗ്ധം, മന്ദം, തീഷ്ണം, സ്ഥിരം, സരം, മൃദു, കഠിനം, വിശദം, പിച്ചിലം, ശ്ലഷ്ണം, ഖരം, സൂക്ഷ്മം, സ്ഥൂലം, സാന്ദ്രം എന്നിങ്ങനെ 20 ഗുണമുള്ളത്. അപ്പോൾ സംയോഗ സംസ്കാരാദി ക്രിയാബാഹുല്യം കൊണ്ട് എണ്ണമറ്റത്. ഇതെല്ലാം ആത്രേയൻ ഭംഗിയായി പറഞ്ഞു. അതിലേതൊക്കെയാണ് ഉപയോഗിക്കാവുന്നത് എന്നാണല്ലോ ഹിതം നല്ല ചോദ്യം. അതുകൊണ്ട് പറഞ്ഞു, സുഖധാന്യങ്ങളിൽ, തൊലി ഇങ്ങി പൊളിച്ചെടുക്കുന്ന നെല്ല് പോലുള്ള ധാന്യങ്ങളിൽ ഏറ്റവും പഥ്യവും ഏറ്റവും ശ്രേഷ്ഠവും ചെന്നല്ലരിയാണ്. വ്യവസായത്തിനു വേണ്ടിയാണ് ഗവേഷണം, ആരോഗ്യത്തിന് വേണ്ടിയല്ല. ഇന്നുവരെ നിങ്ങളുടെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് ആരോഗ്യവകുപ്പുമായി ചേർന്ന് ജനതയുടെ ആരോഗ്യത്തിനുതകുന്നത് എന്ന് പറഞ്ഞ് ഒരൊറ്റ നെല്ല് കണ്ടുപിടിച്ചിട്ടുണ്ട്. വിളവ് കൂടിയത് എന്ന് പറഞ്ഞ് ഒരുപാടെണ്ണം കണ്ടുപിടിച്ചിട്ടുണ്ട്. Am I right? Am I right? അപ്പോൾ ജനാധിപത്യത്തിൽ നിങ്ങളുടെ ഗവൺമെൻറ്റിൻ്റെ ധർമ്മം എന്താണ്? ഇത് വളരെ പ്രാചീനമാണ്. സുഖധാന്യങ്ങളിൽ പഥ്യവും ശ്രേഷ്ഠവും ചെന്നല്ലരിയാണ്. ശമീധാന്യങ്ങളിൽ പയറുവർഗമുണ്ടല്ലോ, പുറമേ ഒരു തൊലി, കഴിക്കാവുന്ന തൊലിയോടുകൂടിയത്, അവച്ചെടുക്കാവുന്നത്, അതിലേറ്റവും ശ്രേഷ്ഠം ചെറുപയറാണ്. ഇതിനകത്ത് പറയുന്നതെല്ലാം ആൻറ്റി ഓക്സിഡൻറ്റുകളാണ്. ചരകൻ പറയുന്ന എല്ലാം നമുക്ക് പഠിക്കാം, ആധുനിക രീതിയാ പഠിക്കാം. ആൻറ്റി ഓക്സിഡൻറ്റുകൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഓക്സിജന് ഇണയെ ലഭിക്കുകയും തത്ഫലമായി ഏജിങ്, മറ്റു രോഗങ്ങൾ ഇവ മാറുകയും ചെയ്യും. ഇതാണ് ഫ്രീ റാഡിക്കൽ കെമിസ്ട്രിയും ആരോഗ്യവും തമ്മിലുള്ള ബന്ധം. ആയുർവേദം അനുശാസിക്കുന്ന നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള പഥ്യാഹാരങ്ങളിൽ ഒരെണ്ണം പോലും ആധുനിക ശാസ്ത്രരീത്യ നിങ്ങൾക്ക് എതിർക്കാനാവില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗവേഷണം ചെയ്യാം. നിങ്ങളിന്ന് 1000 ഉപകരണങ്ങളും 1000 പഠനങ്ങളും നടത്തിയാണ് ഇവിടെ എത്തിച്ചേരുന്നത്. ചരകൻ എങ്ങനെ എത്തി? ഭിക്ഷുരാത്രേയൻ എങ്ങനെ എത്തി? വാര്യോവിതൻ എങ്ങനെ എത്തി? ആത്രേയൻ എങ്ങനെ എത്തി? ഈ ചോദ്യം ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്.